ഇന്ത്യയുടെ നയതന്ത്ര ഭൂപടത്തിൽ ഇന്ന് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ന്യൂഡൽഹിയും ക്വാലാലംപൂരും തമ്മിലുള്ള അകലം കുറയുകയാണ്. വെറുമൊരു കൈകൊടുക്കലിനപ്പുറം ഇന്ത്യയുടെ സുരക്ഷയും സാമ്പത്തിക ഭാവിയും ഉറപ്പാക്കുന്ന സുപ്രധാനമായ ചില കരാറുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ അത് ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ചിപ്പുകൾ മുതൽ കപ്പലുകൾ വരെ നീളുന്ന ആ വമ്പൻ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിന മലേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായമാണ് തുറന്നിരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പുവെച്ചത് സാധാരണ കരാറുകളല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയായ സെമി കണ്ടക്ടർ നിർമ്മാണം, ഡിജിറ്റൽ പേയ്മെന്റ്, പ്രതിരോധം, ടൂറിസം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഇന്ത്യയും മലേഷ്യയും ഇനി ഒറ്റക്കെട്ടായി നീങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണമാണ്. ഇലക്ട്രോണിക്സ് ലോകം ഭരിക്കുന്ന ചിപ്പുകളുടെ നിർമ്മാണത്തിൽ മലേഷ്യൻ കമ്പനികളുമായി സഹകരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടാനും സഹായിക്കും. ഒപ്പം അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും അഴിമതിയും തടയാൻ ഇരു രാജ്യങ്ങളും കൈകോർക്കും. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മലേഷ്യൻ നിക്ഷേപകരെ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചിട്ടുമുണ്ട്. ഇവിടെ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് UPI അഥവാ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം. ഇന്ത്യയുടെ UPI ഇനി മലേഷ്യയിലും ചെലവാകും. അതായത് വിനോദസഞ്ചാരികൾക്കോ അവിടെ ജോലി ചെയ്യുന്നവർക്കോ പണമിടപാടുകൾ ഇനി ഫോണിലൂടെ എളുപ്പത്തിൽ നടത്താം. അതും നമ്മുടെ സ്വന്തം UPI ഉപയോഗിച്ച് തന്നെ. രണ്ടാമത്തേത് വ്യാപാരം സ്വന്തം കറൻസിയിൽ നടത്താനുള്ള തീരുമാനമാണ്. ഡോളറിനെ ആശ്രയിക്കാതെ ഇന്ത്യൻ രൂപയിലും മലേഷ്യൻ റിംഗിറ്റിലും വ്യാപാരം നടത്താൻ റിസർവ് ബാങ്കും മലേഷ്യൻ സെൻട്രൽ ബാങ്കും ധാരണയായിട്ടുണ്ട്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും കയറ്റുമതിക്കാർക്ക് ഇടപാടുകൾ എളുപ്പമാക്കാനും സഹായിക്കും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തന്ത്രപരമായ വിജയം തന്നെയാണ്. ഇനി ഇതിന്റെ വലിയൊരു രാഷ്ട്രീയ വശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആസിയാൻ മേഖലയിൽ, അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മലേഷ്യയെ പോലൊരു ശക്തമായ പങ്കാളിയെ നമുക്ക് ഇന്ത്യക്ക് ആവശ്യമാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ഭീകരവാദത്തെ ചെറുക്കാനും ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം നിലനിർത്താൻ അനിവാര്യമാണ്. കൂടാതെ ഇന്ത്യക്കാരുടെ അടുക്കളയിലെ പ്രധാന ഇനം നമുക്കറിയാം പാമോയിൽ. ആ പാമോയിലിന്റെ കൃഷിയിലും വിതരണത്തിലും തടസ്സങ്ങളില്ലാതെ നോക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കും. ഭക്ഷ്യസുരക്ഷയും ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ഒരു വിശ്വസ്ത പങ്കാളിയായി മാറുകയാണ് ഇന്ത്യ. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേവലം നയതന്ത്രം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാവി വികസനത്തിനുള്ള ഇന്ധനം കൂടിയാണ്. സെമി കണ്ടക്ടറിലൂടെ സാങ്കേതിക വിദ്യയും UPIയിലൂടെ ഡിജിറ്റൽ മുന്നേറ്റവും പ്രാദേശിക കറൻസിയിലൂടെ സാമ്പത്തിക ശക്തിയും നേടാനുള്ള ഇന്ത്യയുടെ നീക്കം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. ആസിയാൻ മേഖലയിലെ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റം വരും നാളുകളിൽ ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വാർത്തകൾ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.